ഹായ് ഹലോ, ഞാൻ സീനേനെ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. എൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിങ്ങനെ കുറച്ച് പർച്ചേസും അങ്ങനെ കുറച്ച് ഹെക്റ്റിക്കായിട്ടുള്ള ഡേയ്സാണ് ഇപ്പോൾ ഇനി വരണത് മൊത്തം. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആണ് ഇന്ന്. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇന്നിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക, എല്ലാം കാൽക്കുലേറ്റ് ചെയ്യണമായിരുന്നു ഞാൻ. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു ഇതിൽ നിൽക്കണേണ്. അപ്പോൾ നമ്മൾ റെഡിയായി. വൈകുന്നേരമൊക്കെ എപ്പോഴാണ് കേട്ടോ ഇറങ്ങണത്. റെഡിയായിട്ട് ഫ്രണ്ട്സുമായിട്ട് ഞങ്ങൾ പോകണേണ്. ഞങ്ങൾ ബ്രൈഡ് മെയ്ഡ്സിന് വേണ്ടിയിട്ട് കോസ്റ്റ്യൂം എടുക്കാൻ പോകണേണ്ട്. അപ്പോൾ സാരിയാണ് എടുക്കണത്. നമ്മൾ കുറച്ചൊരു സാരി സെയിം മെറ്റീരിയൽ വെച്ചിട്ട് സാരിയും പിന്നെ ഗൗണ് അങ്ങനെയൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ കല്യാണ പെണ്ണിന് ഒരു പർപ്പിൾ കളറിലെ ലെഹങ്കയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു ലാവൻഡർ പിടിക്കാമെന്നും പറഞ്ഞിട്ട് ഉള്ളതുകൊണ്ട് കടയിലും കയറി ഇറങ്ങി. ലാവൻഡർ കിട്ടിയില്ല, പകരം വേറൊരു കളറാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഞാനും അമ്മയും കൂടി പോയിട്ട് നമ്മുടെ വെളിയിൽ തന്നെ ഒരു മഹാരാജാസ് എന്ന് പറഞ്ഞിട്ടൊരു ജ്വല്ലറി ഉണ്ട് പള്ളുരുത്തി വെളിയിൽ. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇതേപോലത്തെ ഒരു മെറ്റീരിയലിൻ്റെ ഷോപ്പുണ്ട് കേട്ടോ. അത് ഞങ്ങൾ ഈ കഴിഞ്ഞിടക്കാണ് ഞങ്ങൾ അറിയണത് തന്നെ. നമ്മളെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ എറണാകുളത്ത് സാധാരണ പോകാറ്. അപ്പോൾ അവിടെ പോയി ലെഹങ്കയിൽ പിടിപ്പിക്കാനായിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും പച്ച സാധനം പറഞ്ഞ മറ്റേ പച്ചക്കുതിരിയില്ലേ, ആ സാധനം കാശ് കിട്ടുമോ കയ്യിൽ നിന്ന് പോകുമെന്ന് അറിയില്ല, എന്നാലും ഒരു ഹോപ്പ്. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് പർച്ചേസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് ഇടാനായിട്ട് വേണ്ടുന്ന കുറച്ച് ഐറ്റംസും അതിൽ ഫൗണ്ടേഷൻ എല്ലാം എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞപ്പോൾ ഞാനെപ്പോഴും യൂസ് ചെയ്യണത് മെബലിൻ്റെ ഫിറ്റ് മീ 330 ആണ് കേട്ടോ ഷെയ്ഡിൻ്റെത്. 330 ടോഫിയാണ്. അത്യാവശ്യം എൻ്റെ സ്കിന്നും എന്നേലും കുറച്ച് ബ്രൈറ്റ് ആണെങ്കിലും ഈ ഷെയ്ഡ് ചേരും. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ ഒരു സിറം വാങ്ങിച്ചു. എൻ്റെ ഫേവറേറ്റ് സിറമാണിത്. മുടി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, കാരണം എൻ്റെ കുറച്ച് ഫ്രിസി ആയിട്ടുള്ള ഹെയറാണ്. പിന്നെ ഇൻസൈറ്റിൻ്റെ ഒരു ലൈനർ വാങ്ങിച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സേഫ്റ്റി പിൻസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ബാംഗിൾസാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇത് സൈഡിലിടാനായിട്ട് ഉള്ള ബാംഗിൾസാണ്. സ്റ്റോൺ വർക്ക് തന്നെ, സ്റ്റോണാണോ എന്തോ ബീഡാണോ എന്നറിയില്ല. അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഷെയ്ഡ്. പക്ഷെ ഞാൻ ഈ ഷെയ്ഡിലുള്ള സാരിയൊന്നല്ല എടുത്തേക്കണം, വേറൊരു ഷെയ്ഡാണ് എടുത്തേക്കണം. പക്ഷേ ഇത് ലാവൻഡർ തപ്പി പോയിട്ട് ലാവൻഡറിൻ്റെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ എന്നുള്ള രീതിയിലാണ് ഈ ബാംഗിൾസ് അങ്ങോട്ട് എടുത്തേട്ട്. എന്താവും എന്നറിയില്ല സ്റ്റൈൽ ചെയ്ത് വരുമ്പോഴത്തേക്കും. പിന്നെ നമ്മൾ ഡ്രസ്സിൻ്റെതെല്ലാം തയ്ക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാരിയുടെയും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട് തന്നെ സാരിയുടെ അരികൊക്കെ അടിച്ചു തരാമെന്ന് പറഞ്ഞു. ബ്ലൗസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇയറിങ്സ്. ഞാൻ ഇങ്ങനത്തെ ഇയറിങ്സ് ഇടാറില്ല. ഞാൻ മിക്കപ്പോഴും ജുംക്ക അല്ലെങ്കിൽ വെസ്റ്റേൺ വേറെ സ്റ്റൈൽ ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ഇത് ട്രൈ ചെയ്യണത്. എന്താവും നോക്കാം. പിന്നെ എവർ യൂത്തിൻ്റെ ഒരു ചോക്ലേറ്റ് ഫേസ് പാക്ക് വാങ്ങിച്ചു ടാൻ മാറാനായിട്ട്. അങ്ങനെ വാങ്ങിച്ചു. പിന്നെ ഞാൻ എൻ്റെ വളയെല്ലാം ഇങ്ങനെയാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെക്കണത്. എനിക്കപ്പോൾ ഇതെടുക്കാൻ സുഖം ശരിക്കും പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമ്മൾ കെട്ടി വെക്കണ ആ ഭാഗം ഏത് വളയാണോ വേണ്ടത് അങ്ങോട്ടേക്ക് ഒരിത്തിരി ഇങ്ങനെ വലിച്ച് നീക്കിയിട്ട് അഴിച്ചിടണം എന്നാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് വള എടുക്കാം. അങ്ങനെയാണ്. ഓർഗനൈസറൊന്നും ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടില്ല, വാങ്ങിക്കണം എന്നുണ്ട്. അപ്പോൾ അതുവരെ ഇങ്ങനെ യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചു. നിങ്ങൾ നല്ലൊരു ഷൂ ലേസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ ചരടൊക്കെ അത്യാവശ്യം കട്ടിയുള്ള ചരട് ഒക്കെ കിട്ടുമെന്നാണെങ്കിൽ ഇതേപോലെ ഇട്ട് വെച്ചിരുന്നാണെങ്കിൽ അവിടെ ഇരുന്നോളും, നല്ല ഭംഗിയുമാണ് ഇരിക്കാൻ കാണാനായിട്ട്. അങ്ങനെയാണ് കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർഗനൈസർ വാങ്ങിക്കാം. മീഷോയിലൊക്കെ ബാംഗിൾസിൻ്റെ ഓർഗനൈസർ തപ്പിയാൽ കിട്ടും. അപ്പം ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഷേപ്പിലിരിക്കുകയല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കളർഫുള്ളായിട്ട്. പിന്നെ അതേപ്പോൾ ഞാൻ ആ ഫേസ് പാക്ക് ഒന്ന് ഇട്ട് നോക്കിയിട്ട് എന്താ റിസൾട്ടാണെന്ന് അറിയാൻ. ചേട്ടൻ്റെയൊക്കെ മുഖത്തൊന്ന് ഇട്ട് കൊടുക്കണം, പുള്ളിക്ക് ഫേസ് നല്ല ടാൻ അടിച്ചിരിക്കണേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. പിന്നെ എൻ്റെ റൂമിൻ്റെ കോലം ഇപ്പം അങ്ങനെയാണ്, നല്ല ഭംഗിയുണ്ട്. പക്ഷേ കല്യാണമാകുമ്പോഴത്തേക്ക് എന്താവുമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു ജേർണലിങ് ചെയ്യാനായിട്ട് സാധാരണ ഒരു നോട്ട്ബുക്കിലാണ് കേട്ടോ ചെയ്യണത്. ഞാൻ പ്ലാനർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മീഷോന്ന്. അത് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാകും, ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ടത്. അത് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ഇവിടെ മേളിൽ ഐക്കാർട്ടിൽ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല ജേർണലാണ് കേട്ടോ. ഫ്രണ്ട് പേജിന് കട്ടിയില്ലാന്നേ ഉള്ളൂ, ഉള്ളിലത്തെ പേജിനൊക്കെ അത്യാവശ്യം കട്ടിയുണ്ട്. എൻ്റെ പേടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എന്താ പറയുക മാർക്കറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹൈലൈറ്ററൊക്കെ വെച്ച് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പുറത്താകുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുഴപ്പമില്ല, നല്ല ഇതാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം.
നിങ്ങൾ വാങ്ങിക്കണം കേട്ടോ, അത് നല്ലതാണ്. ഡേറ്റ് ഒന്നുമില്ല അതിൻ്റെ അകത്ത്, ഡേറ്റും ഇയറൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ വാങ്ങിച്ചാൽ ഇപ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനത്തത്. പിന്നെ എൻ്റെ ശബ്ദമൊക്കെ പോയിരിക്കണേണ്, എനിക്ക് തൊണ്ടവേദനയും ഒക്കെയാണ്. തൊണ്ടവേദനയുണ്ട്, ബോഡി പെയിനുണ്ട്. ഇപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് നമ്മുടെ കല്യാണം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ സ്വസ്ഥമായിട്ട് വീഡിയോ ഇടാമല്ലോ എന്നോർത്തതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ചെയ്തേക്കുന്നത് ഫസ്റ്റ് വന്നിട്ട് എന്താ ഫുഡിൻ്റെയാണോ സ്ലിപ്പിങ്ങിനാണോ അങ്ങനെ എന്തോ ആണ്, ഞാൻ മറന്നു കേട്ടോ, സോറി. അപ്പോൾ അതിൻ്റെയാണ് ഫസ്റ്റ് ട്രാക്കർ ഞാൻ കൊടുത്തേക്കുന്നത്. ഇങ്ങനത്തെ പിക്സൽ ടൈപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനൊരിത്തിരി ഇൻട്രസ്റ്റ് ഉണ്ടാവും. ജസ്റ്റ് കളർ ചെയ്ത് കൊടുത്താൽ മതി. അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ മടിയാവും ചെയ്യാനായിട്ട്, കംപ്ലീറ്റ് ചെയ്യില്ല. അതാണ് വിഷയം. അപ്പം ഞാനിത് ഓരോന്നിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഇന്ന് നല്ല അടിപൊളി വീഡിയോസ് പുറകെ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.